ന്യൂയോർക്ക് മേയറായി സൊഹ്റാൻ മംദാനിയെ തെരഞ്ഞെടുത്ത വാർത്ത പ്രമുഖ ഇസ്രായേൽ മാധ്യമം ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിങ്ങനെയാണ്. ഫാർ ലെഫ്റ്റ് ആൻറ്റി ഇസ്രായേൽ കാൻഡിഡേറ്റ് സൊഹ്റാൻ മംദാനി വിൻസ് ന്യൂയോർക്ക് സിറ്റി മേയറൽ റേസ്. അതായത് തീവ്ര ഇടതുപക്ഷക്കാരനും ഇസ്രായേൽ വിരുദ്ധനുമായ സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയറായി. എന്താണ് വാസ്തവം? സൊഹ്റാനി ജൂത വിരോധിയാണോ? ജൂതന്മാർക്ക് സൊഹ്റാൻ മംദാനിയോട് എതിർപ്പുണ്ടോ? ഇല്ലെന്നാണ് കണക്കുകൾ പറയുന്നത്. കാരണം ലോകത്തെ ഏറ്റവും അധികം ജൂതന്മാരുള്ള നഗരം ന്യൂയോർക്കാണ്. 20 ലക്ഷം ജൂതന്മാരാണ് ന്യൂയോർക്കിലുള്ളത്. ന്യൂയോർക്ക് നഗരത്തിലെ ശതകോടീശ്വരന്മാരിൽ 4 ജൂതനാണ്. മാത്രമല്ല മുഖ്യധാര മാധ്യമങ്ങളുടെ ഉടമസ്ഥത പോലും ജൂതന്മാർക്കാണ്. ബ്ലൂംബെർഗ്, ന്യൂയോർക്ക് ടൈംസ്, വാൾ സ്ട്രീറ്റ് ജേണൽ, ന്യൂയോർക്ക് പോസ്റ്റ്, CNN അങ്ങനെ നീളുന്നു ആ പട്ടിക. ഈ നാട്ടിലാണ് ഇസ്രായേൽ വിരുദ്ധത പരസ്യമായി പ്രഖ്യാപിച്ച ഒരാൾ ജയിച്ചത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഉത്തരം വളരെ ലളിതമാണ്. ന്യൂയോർക്കിലെ ജൂതന്മാർ ഇസ്രായേലിൻ്റെ പരമ്പരാഗത വംശവെറി മനസ്സിൽ പേറുന്നവരല്ല. ഇത് വെറുതെ പറയുന്നതല്ല. സർവേകൾ തന്നെ പറഞ്ഞത് അതാണ്. 18 മുതൽ 44 വയസ്സ് വരെ പ്രായമുള്ള ജൂത വോട്ടർമാർക്കിടയിൽ നടത്തിയ ഒരു സർവേയിൽ 67% മംദാനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമല്ലേ? ലോകം മാറുന്നു, കാഴ്ചപ്പാടുകളും. യുവതലമുറയും പുതിയ വഴിയിലൂടെ നീങ്ങുന്നു. അതുകൊണ്ടാണ് പലസ്തീനിൽ നടക്കുന്നത് വംശഹത്യയാണ്, ഇസ്രായേൽ വർണ്ണവെറിയന്മാരുടെ രാജ്യമാണ്, നെതന്യാഹു യുദ്ധക്കുറ്റവാളിയാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച സൊഹ്റാൻ മംദാനിക്ക് വോട്ട് ചെയ്യുമെന്ന് 67% ജൂത ചെറുപ്പക്കാരും പറഞ്ഞത്. ശ്രദ്ധേയമായ മറ്റൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ്. സൊഹ്റാൻ മംദാനിയുടെ കടുത്ത വിമർശകർ ഇസ്ലാമോഫോബിയയും ഭയപ്പെടുത്തൽ ഉപയോഗിച്ച് അദ്ദേഹത്തെ ഒരു ജൂത വിരുദ്ധനായി ചിത്രീകരിച്ചു. സൊഹ്റാനുമായി പ്രവർത്തിച്ചിട്ടുള്ള 83 വയസ്സുള്ള ഒരു ജൂത ന്യൂയോർക്കുകാരി പറഞ്ഞത് അദ്ദേഹം ജൂതവിരുദ്ധനല്ല എന്നാണ്. മാത്രമല്ല നഗരത്തിലുടനീളമുള്ള ജൂതന്മാരോടും എല്ലാ വംശത്തോടും അനുകമ്പയുള്ളവനും കരുതലുള്ളവനുമായ ഒരു സുഹൃത്താണ് സൊഹ്റാൻ എന്നാണ് അവർ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കാരണം മാത്രമല്ല ഇത് പറയുന്നത്, എനിക്ക് ഇത് വ്യക്തിപരമായി അറിയാമെന്നാണ് ഈ ജൂത വയോധിക മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മിഡിൽ ഈസ്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് നടത്തിയൊരു സർവേയിൽ 83% പുതിയ വോട്ടർമാർ മംദാനിക്ക് വോട്ട് നൽകിയതായി പറയുന്നു. മംദാനി പലസ്തീനെ അനുകൂലിച്ചതിനാണ് ഇത്രയും പേർ വോട്ട് നൽകിയതെന്നാണ് സർവേ ഫലം പറയുന്നത്. മംദാനിയെ പരാജയപ്പെടുത്താൻ 18 അടവും പയറ്റിയ ട്രംപിനും ഈ വിജയം വലിയ തിരിച്ചടിയാണ്. മംദാനിയുടെ ജയത്തിന് പല ന്യായീകരണങ്ങളും ട്രംപ് നിരത്തുന്നുണ്ടെങ്കിലും സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സാധാരണക്കാരുടെ ശബ്ദമായ മംദാനിയുടെ വിജയം വലിയ മാറ്റത്തിൻ്റെ തുടക്കമായി വിലയിരുത്തുന്നവരുണ്ട്.